നമ്മൾ ആരെങ്കിലും ഞെട്ടിയോ? ഇന്ന് കൊച്ചിയിൽ നിന്ന് സിനിമാ പ്രവർത്തകരുടെ, അതും ഹിറ്റ് സംവിധായകരുടെ കയ്യിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവടക്കം കണ്ടെത്തി. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലാകുന്നു. അതും നിർമ്മാതാവും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ്, കൊച്ചിയിലെ ആഡംബര ഫ്ളാറ്റിൽ നിന്നാണ് രണ്ടുപേരെയും എക്സൈസിന്റെ പരിശോധനയിലൂടെ കണ്ടെത്തുന്നത്. സംസ്ഥാനത്ത് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് നിരന്തരമായി ലഹരി ഉപയോഗത്തിന്റെ കഥകൾ പുറത്തുവരികയും പലതരത്തിലുള്ള നിയമ നടപടികളിലേക്ക് അത് കടന്നു പോവുകയും ചെയ്യുന്നു. സിനിമാ മേഖലയെ ആകെ വേട്ടയാടുന്ന തരത്തിലുള്ള മാധ്യമ പ്രചാരണം, വാർത്തകൾ ഒക്കെയുണ്ട് എന്നുള്ള വിമർശനം ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നത്തെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, ഇത്രയധികം അതിൻ്റെ പേരിൽ വിവാദമാക്കേണ്ടതുണ്ടോ എന്നുപോലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നവരെ കാണുകയുമുണ്ടായി. 1.6 ഗ്രാം കഞ്ചാവല്ലേ, നിയമപരമായി തന്നെ ജാമ്യം കിട്ടിയില്ലേ, അത് കയ്യിൽ വെക്കുന്നത് ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് പോലും പറയാൻ കഴിയുമോ എന്നും ചോദിക്കുന്നുണ്ട്. മലയാളി സമൂഹം എത്രത്തോളം നിയമം നിരോധിച്ച ലഹരി വസ്തുക്കൾ കയ്യിൽ വെക്കുന്നതും അത് ഉപയോഗിക്കുന്നതും അതിനുവേണ്ടി സങ്കേതങ്ങൾ ഉണ്ടാക്കുന്നതും ലഘൂകരിച്ചു കാണുന്നു എന്നുള്ളത് പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ലഹരി ഉപയോഗത്തിൽ തന്നെ സർക്കാരാണ് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത്. അത് ചോദ്യം ചെയ്യാൻ ആരുമില്ലേ എന്ന് ചോദിക്കുന്നവരെയും ഇന്ന് കണ്ടു. നിയമം വിലക്കിയിട്ടുള്ള, നിയമം പൊതുസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വിലങ്ങുതടിയാകും എന്നു കണ്ടു വിലക്കിയിട്ടുള്ള ലഹരി ഉപയോഗം ഇത്രമേൽ സാധാരണമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് ഈ അടുത്ത കാലത്തെങ്കിലും എടുക്കുന്ന പരിശോധനയും എടുക്കുന്ന എഫോർട്ടും കൃത്യമായി കാണേണ്ടതാണ്. ശക്തമായ പരിശോധനയിലൂടെയും മികച്ച ഇന്റലിജൻസ് സംവിധാനത്തിലൂടെയും മാത്രമാണ് ഇത്രയധികം ലഹരിവേട്ട സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ആവശ്യമുള്ളവർക്ക്, പണമുള്ളവർക്ക്, ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അനസ്യൂതം ലഹരി മരുന്ന് കൈകളിലേക്ക് എത്തുന്ന ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും പിടികൂടുന്ന കോടിക്കണക്കിന് രൂപയുടെ ഹൈബ്രിഡും അല്ലാത്തതുമായ കഞ്ചാവിന്റെ അളവ് നമ്മളെ പേടിപ്പെടുത്തുന്നതുമാണ്. ഹൈബ്രിഡ് സിനിമയോ എന്ന ചോദ്യം ചോദിക്കാനിടയായ സാഹചര്യത്തെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്രയധികം സമയമെടുത്ത് വിശദീകരിക്കുന്നത്. നമ്മളോടൊപ്പം നിർമ്മാതാവ് ശ്രീ സന്ദീപ് സേനൻ, കേരള ഫിലിം ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കല്ലിയൂർ ശശി, CPM-ൽ നിന്ന് ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി വീണ നായർ എന്നിവരാണ് തത്സമയം ചർച്ചയിൽ ചേരുകയും ചെയ്യുന്നത്. ശ്രീ കല്ലിയൂർ ശശി, തുടക്കത്തിൽ ഇത്ര വിപുലമായി പറഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഒരു അടിസ്ഥാന വസ്തുതയാണ്. കഴിഞ്ഞ ദിവസമാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കേസ് വിശദമായി സംസാരിക്കുകയും ചെയ്തത്. അപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് സിനിമാ മേഖലയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ വ്യാപകമായ ഒരു പ്രചാരണം, കുറ്റപ്പെടുത്തലൊക്കെ നടക്കുന്നുണ്ട്. അത് ആ മേഖലയെ ലക്ഷ്യമിട്ടാണ് എന്നുള്ളതാണ്. ഇന്ന് സംസ്ഥാനത്ത് അറസ്റ്റിലായത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന 2 സംവിധായകർ കൂടിയാണ്, അല്ലേ? പ്രതിഭയുടെ പേരിൽ ഒക്കെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന 2 സംവിധായകർ കൂടിയാണ്. കുറച്ചുനാൾ മുമ്പാണ് നിർമ്മാതാക്കൾ കൂട്ടമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സർക്കാരിന് മുന്നിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. സിനിമാ സെറ്റുകളിലടക്കം പരിശോധന വേണം എന്നുള്ളതടക്കം. എന്തുകൊണ്ടാണ് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത്? എത്ര ഗൗരവത്തോടെയാണ് ഇതിനെ സംവിധാനം കാണേണ്ടത്? അല്ല, സംഘടനാ സംവിധാനത്തിൽ നിയന്ത്രിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ഇവരെയൊക്കെ ഇപ്പോൾ നമ്മളൊരു ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിൽ വെച്ചാണ് ഒരു സംഭവം ഉണ്ടായാൽ ഇപ്പോഴത്തെ ഒരു പുതിയ സർക്കാർ നിർദ്ദേശം അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച് സർക്കാർ വഴി നമ്മൾക്ക് നിർദ്ദേശിക്കുന്ന പ്രകാരം ഒരു IC കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഈ ഇതടക്കം ലഹരി ഉപയോഗിക്കുന്നവരെ അടക്കം അവിടെ ആരെങ്കിലും നോട്ടീസ് ചെയ്താലോ അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായോ അത് ഇൻഫോം ചെയ്യാനായിട്ട് ഇന്റേണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സിനിമയുടെ സെറ്റിലും ഉണ്ട്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നാണ് നിയമം. അത് നിയമം അനുവദിച്ചിട്ടുള്ളതിനകത്തുനിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഏതാണ്ട് കുറച്ച് ജുഡീഷ്യൽ പവർ കൂടെ ഉണ്ട് അവർക്ക്. കാരണം അതിൻ്റെ ഒരു ഹെഡും പിന്നെ അതിനൊരു വെളിയിൽ നിന്നുള്ള ഒരു ഔട്ട്സൈഡ് മെമ്പർ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും. പോർട്സ് ആക്ടിൻ്റെ പ്രകാരമുള്ള ഒരു കുറ്റമാണ്. അപ്പോൾ അതും അവിടെയും ഈ പറഞ്ഞ പോലെ ലഹരിയുടെ ഉപയോഗവും അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സഹപ്രവർത്തകരെ അപമര്യാദയായി പെരുമാറുന്നതിനും എല്ലാം കംപ്ലൈൻറ്റ് അപ്പോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് നടപ്പാക്കിയിട്ടുണ്ട് നമ്മൾ. അത് നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് കേരള ഫിലിം ചേംബറിൻ്റെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിലുണ്ട്. അവരിത് പരിശോധിക്കുക. കല്ലിയൂർ ശശി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപർണ എന്നൊരു പുതുമുഖ നായിക, ഈ സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ചൊരു നായിക, മാധ്യമങ്ങളോട് എല്ലാവരോടും തുറന്നു പറയുകയാണ്, എനിക്ക് വിൻസി ഉന്നയിച്ച അതേ പരാതികളുണ്ട്, എനിക്ക് മോശം അനുഭവമാണ് ഉണ്ടായത്, എന്നോട് വളരെ സെക്ഷൽ കൊണോട്ടേഷനുള്ള തരത്തിൽ സംസാരിച്ചു, ഞാൻ പരാതി പറഞ്ഞു, സെറ്റിൽ എനിക്ക് പരിചയമുള്ള സൗഹൃദമുള്ളൊരു സ്ത്രീയോട് ഇത് പറഞ്ഞു,
അവർ അതിന് പരിഹാരം ഉണ്ടാക്കി തന്നു, ഞാൻ നിയമ നടപടികളിലേക്ക് പോയില്ല എന്ന്. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയാം. ആ കുട്ടി തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, അവരുടെ സീനുകൾ പെട്ടെന്ന് തീർത്തു, എന്നിട്ട് അവരെ പാക്ക് ചെയ്തു. അതായത് പരാതിയുള്ള ഒരാൾ ആണ് ഈ പരാതി ഉന്നയിക്കുന്നതെങ്കിൽ അവരുടെ ഭാഗം വേഗം തീർത്തുവിട്ട് ഒരു പുതുമുഖ നായിക ആദ്യത്തെ സിനിമയാണ്, ഇനി അവർക്ക് അവസരം കിട്ടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഈ വിൻസി അന്ന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു, ഈ വിൻസിയൊക്കെ പരാതി പറയുന്ന ടൈപ്പാണ് എന്ന തരത്തിലായിരിക്കും പിന്നീട് ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അതായത് പരാതി പറയുന്നവരാണ് കുറ്റക്കാർ എന്ന നില, അല്ലെങ്കിൽ പരാതി പറയുന്നവരെയാണ് അവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് എന്നുള്ള പരിഗണന, ഇത് ഇത്രത്തോളം കൊണ്ടുചെന്നെത്തിച്ചത് ഇതൊക്കെയല്ലേ? അല്ല, അതിനെപ്പറ്റി അത് കൊണ്ടുവന്ന് എത്തുമെന്നുള്ളതിനെപ്പറ്റി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ വിൻസിയെ സംബന്ധിച്ചോളം വിൻസി ഒരാളെങ്കിലും മുന്നോട്ട് വന്ന് ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞല്ലോ എന്നുള്ളതിൽ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അതിൽ നിന്നാണല്ലോ ഇതെല്ലാം തുടക്കം, ഷൈൻ ടോം ചാക്കോയുടേതും അതിൻ്റെ പോലീസ് നടപടിയും മറ്റുമൊക്കെ. കാരണം ഇങ്ങനെ ഓരോരുത്തരും മുന്നോട്ട് വന്ന് പറയണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇത് പൊതുസമൂഹവും അറിയണം, പോലീസ് അറിയണം, നിയമ സംവിധാനം അറിയണം. ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ മാധ്യമമായതുകൊണ്ടായിരിക്കാം ഈ എല്ലാ ചാനലും അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ സമൂഹത്തിൽ അത് മാത്രമല്ലല്ലോ എന്നുള്ളത്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ചാനലിൽ വരുന്നത് നല്ലത് തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് പോണത് നല്ലത് തന്നെയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊരു 5-8 വർഷത്തിന് മുമ്പ് തന്നെ സിനിമാ മേഖലയിലുള്ളവർ തിരിച്ചറിയാതിരിക്കുന്നില്ല, സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആരും അത് തിരിച്ചറിയാതിരിക്കുന്നില്ല, പക്ഷെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. ശ്രീ സന്ദീപ് സണ്ണൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിർമ്മാതാക്കളുടെ സംഘടന മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തി വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു, സർക്കാരിനോട് പരിശോധന വേണം എന്നാവശ്യപ്പെടുന്നു, ഒന്നും നടക്കുന്നില്ല. പിന്നീട് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന പരാതി അടക്കം ഉന്നയിക്കുന്നു. പക്ഷെ ഇപ്പോൾ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നു, വിൻസി പരാതി പറഞ്ഞു, അപർണ പരാതി പറഞ്ഞു, പലർ പരാതി പറയുന്നുണ്ട്. ഇതാരും അറിയാത്തൊരു കാര്യമാണ്. ഇതിപ്പോ സൂത്രവാക്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരാൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ? അല്ല, അവിടെ 2 പേർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ? ഇല്ല, ഇദ്ദേഹത്തിന്റെ കണ്ണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ ഷൂട്ട് നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. പ്രൊഡ്യൂസർക്ക് പരാതിയുണ്ടോ? ഇല്ല. സംവിധായകന് പരാതിയുണ്ടോ? ഇല്ല. ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് അവിടെ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് മറ്റാർക്കെങ്കിലും പരാതിയുണ്ടോ? ഇല്ല. ഇതിങ്ങനെ വെച്ച് വാഴിക്കുന്നത് എന്തിനാണ്? അല്ല, ഞങ്ങളത് മാധവ്, ഞങ്ങൾ വെച്ച് വാഴിക്കാനൊന്നും ഉദ്ദേശിച്ചല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ 2 വർഷം മുമ്പൊരു പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതാണ്, ഇവിടെ ലഹരിയുടെ അതിപ്രസരമുണ്ട്, ഇത്തരം വിഷയങ്ങൾ ഇവിടെ വളരെ സജീവമായി ഉണ്ട്. അത് ഈ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്നു, അത് ഒരു നിർമ്മാതാവിനെ ബാധിക്കുന്നു, അത് വ്യവസായത്തെ ബാധിക്കുന്നു. കാരണം പല ഷൂട്ടിങ്ങുകളും മുടങ്ങേണ്ട അവസ്ഥയുണ്ട്. അപ്പം അത് ഇപ്പോൾ ആരോപിക്കപ്പെട്ട നടനല്ല, മറ്റൊരു നടനും അതിൻ്റെ കൂടെയുണ്ട്. ശ്രീനാഥ് ബാസിയുടെ പേരും അതിനകത്ത്. അന്നത്തെ വിഷയം വളരെ ബുദ്ധിമുട്ടുള്ള പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്നുള്ള പല കംപ്ലൈൻറ്റുകളും വന്നുകൊണ്ടാണ്. അവരുടെ ഷൂട്ടിംഗ് നിൽക്കുന്നു, കോടികൾ മുടക്കി ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മൂലം നിരുത്തരപരമായിട്ടുള്ള ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു പത്രസമ്മേളനം പോലും ഞങ്ങളന്ന് നടത്തേണ്ടി വന്നത്. അപ്പോൾ അത് അന്ന് സർക്കാർ അത് മുഖവിലേക്ക് എടുത്തുവെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ന് പ്രശ്നാധിഷ്ഠിതമാണ് തീർച്ചയായിട്ടും അത് ആ പ്രശ്നത്തെ 100% സർക്കാർ എടുക്കേണ്ട ഗൗരവത്തോടുകൂടി എടുത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി അത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് സിനിമയെ മാത്രം വേട്ടയാടുന്നത് ഒരു സ്ഥിരം പ്രവണതയായി വരുന്നുണ്ട്. അത് പൊതുവെ എന്ത് പറഞ്ഞാലും അത് സിനിമയുടെ ഇത് ചെയ്യുക എന്നുള്ളത് സിനിമാ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ മറ്റു മേഖലകളിലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ നാനാതുറയിലുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇതേ നടന്മാരുടെ, ഈ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും പേര് അതിൽ പറയുന്നു. നാളെ അവരതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ വേണ്ടി അവരെ വിളിച്ചു വരുത്തുകയാണ്. ഇതിപ്പോ ഈ ഫ്ളാറ്റിൽ, സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ച് കേരളത്തിലെ അറിയപ്പെടുന്ന ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകർ അല്ലെ, അവർ പിടിയിലാവുകയാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഇത്രയധികം വാർത്തകൾ വരികയും ഇത്രയധികം നിയമ നടപടികൾ ഉണ്ടാവുകയും വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും വീണ്ടും ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് തയ്യാറാകാൻ കഴിയുന്ന പ്രിവിലേജ് എന്താണ്? അല്ല, അത് ഒരിക്കലും അത് ആരെയും സംരക്ഷിക്കാനല്ലല്ലോ ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ ഉള്ളത്. ഇത് തീർത്തും ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ 100% നഖശികാന്തം എതിർക്കുകയും അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആർജവത്തോടുകൂടി പറയുകയും ചെയ്ത ഒരു സംഘടനയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിർമ്മാതാക്കളെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ബാധിക്കും. അത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണെങ്കിൽ, ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം അത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിലല്ല, അവർ വ്യക്തിപരമായിട്ട് അവർ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു സ്പേസിൽ ഉള്ളപ്പോഴാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ എടുത്തു പറയുമ്പോൾ 2 പേരെന്ന് പറഞ്ഞാൽ കേട്ടാൽ അറിയാവുന്ന 2 പേരുകളായതുകൊണ്ടാണ് ആ പേരുകൾ എടുത്തു പറയുന്നത്. അത് സിനിമാ മേഖലയിൽ നിന്നുമാണ്. മറ്റു മേഖലയിലുള്ള എത്രയോ പേരുടെ പേര് അവരുടെ ലിസ്റ്റിലുണ്ടാകാം. അപ്പം അത് പുറത്തു വരാത്തത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ നൽകുന്ന സ്നേഹം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ താരങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ, നമ്മുടെ സമൂഹത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ്. ഇതിനു മുൻപ് ക്യാമ്പസിൽ ലഹരി ഉപയോഗം ശക്തമായി വരുന്നു, നിരവധി നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന സമയത്ത് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറയുകയും ചെയ്തു. ആ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവരൊക്കെ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മീഡിയകളിലടക്കം നടത്തുന്ന പ്രതികരണങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതാണ്. തങ്ങളൊക്കെ ആരാധിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ അറിയാം, ചേട്ടൻ സെറ്റാണ് കേട്ടോ എന്നൊക്കെയാണ് പല കമന്റുകളും ഓരോ ഈ പറയുന്ന പൊള്ളത്തരം ഇടുവായത്തം വിളിച്ച് പറയുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ യുവതയെ, നമ്മുടെ യുവാക്കളെ, വിദ്യാർത്ഥികളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളായി വളർത്തി വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടല്ലേ. സിനിമ ശരിയാണ്, പ്രൊഡ്യൂസർ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും സർക്കാർ എത്ര പ്രൊമോട്ട് ചെയ്യുന്നതാണ്, ജനങ്ങളുടെ നികുതി പണം എത്ര അതിനുവേണ്ടി ചെലവഴിക്കുന്നതാണ്. ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടില്ലേ, പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സാമൂഹ്യ ഉത്തരവാദിത്വം സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, സമൂഹത്തിലുള്ള മറ്റ് സംഘടനകൾക്കുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. അപ്പം ഇതെല്ലാം തീർത്തും ഞാൻ പറയുന്നത് സിനിമയ്ക്ക് 100% എഴുതി കൊടുത്തിരിക്കുന്നതല്ല സാമൂഹ്യ പ്രതിബദ്ധത. സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അവരാരാധിക്കുന്ന, അവർ ആരാധനാപാത്രമായി കാണുന്ന ഒട്ടനവധി ആൾക്കാർക്ക്, യുവതയ്ക്ക് തീർച്ചയായിട്ടും അവരൊരു ഒരു 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 മാതൃകയാവേണ്ടതാണ്. അതിനകത്ത് കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർ സ്വയം തിരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അത് സർക്കാർ തിരുത്തൽ നടപടികൾ എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, സാമൂഹ്യ പ്രതിബദ്ധതയും ഈ പറയുന്നത് പോലെ റോൾ മോഡലാകുന്നതും ഒന്നും സിനിമാക്കാർ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഇത്തരം വ്യക്തികളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരാൽ സ്വാധീനിക്കേണ്ട ആൾക്കാരുണ്ടാകാം. തീർച്ചയായിട്ടും അത് സിനിമയ്ക്ക് മാത്രം, സിനിമാ മേഖലയിലുള്ള ലഹരി ഉപയോഗം എന്ന് പറയുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ലഹരി ഉപയോഗത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1% എന്ന് പോലും പറയാൻ കഴിയില്ലായിരിക്കും. പക്ഷേ അത് സ്വാഭാവികമായും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ചർച്ചയാകപ്പെടും എന്നുള്ളത് പ്രധാനവുമാണ്. അല്ലാതെ കേരളത്തിൽ സിനിമാക്കാർ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നൊന്നും വിചാരിക്കുന്ന മൂഢസ്വർഗം നമ്മൾ ആരും വിചാരിക്കുന്നില്ല അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത്. പക്ഷെ സ്വാഭാവികമായും പ്രതീതിയാണ് മാധു ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നൊരു പ്രതീതിയാണ്. സമൂഹം ആരാധിക്കുന്ന മനുഷ്യർ ഏതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും ഇത്തരം വിവാദങ്ങളിൽ പോയി പെടുമ്പോൾ ആളുകൾ അത് കാണും, ആളുകൾ വലിയ തോതിൽ ചർച്ചയാകും. ഈ പറയുന്ന താരാരാധന വലിയ തോതിൽ ആസ്വദിക്കുന്നവരാണല്ലോ ഇവരെല്ലാവരും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ, വിവാദങ്ങളിൽ പോയി പെടുമ്പോൾ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉന്നയിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അനുഭവിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രിവിലേജുകളും അനുഭവിക്കുമ്പോൾ ഒരു ബാധ്യത ഉണ്ടാകുമല്ലോ. കലയ്ക്ക് പല ശാഖകളും ഉണ്ട്, വിവിധ ശാഖകളിലുള്ള കലാരൂപങ്ങളുണ്ട്. അതിലുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ സിനിമ മാത്രമാണ് പെട്ടെന്ന് എടുത്തു കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ സമൂഹത്തിൽ നടത്തേണ്ട തിരുത്തലുകളാണ്. ഇതിൻ്റെ നമ്മൾ ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് മദ്യം എന്ന് പറയുന്നത് ഒരു വിപത്താണ്, ഭയങ്കര വലിയ ലഹരിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്നും ഇപ്പോൾ അതിനെക്കാട്ടിലും കൊടിയ ഇതുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഏറ്റവും കൂടുതലും അതിപ്രസരത്തിലുള്ളത്. അത് അതിലും വലിയ വിപത്താണ് എന്ന് തിരിച്ചറിയുന്ന ഈ ഒരു സമയത്ത് അതിനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഉണ്ട്, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്താനും, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഈ പിടിക്കുന്നതെല്ലാം വെറും ചെറിയ കണ്ണികൾ മാത്രമാണ്, ഉപയോഗിക്കുന്നവർ മാത്രമാണ്. ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ എന്നോ സർക്കാരുകൾക്ക് എത്താമായിരുന്നു. അത് എത്താതെ പോയത് എന്താണ്? അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇനിയെങ്കിലും അത് ആഴത്തിലിറങ്ങി അതിൻ്റെ വേര് കണ്ടുപിടിച്ച് വേര് പിഴുതെറിയാനായിട്ടുള്ള ആർജവം
സർക്കാരും എക്സൈസും പോലീസും എല്ലാം നടത്തണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് ഈ ചർച്ചകൾ ഞാൻ 2 തവണ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമല്ല, ഇതിൽ സർക്കാർ ഇടപെടൽ വേണമെന്ന് തുറന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടവരുമാണ്. അതുകൊണ്ട് അത് നമ്മൾ ബഹുമാനിക്കേണ്ടതുമാണ്. ഡോക്ടർ ഷിജു ഖാൻ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എക്സൈസ് വകുപ്പ് ഈ ഇടക്കാലത്ത് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അനുമോദിക്കാതെ തരമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അത്ര കണ്ടു, നമ്മൾ കാണാൻ പാടില്ലാത്തത് പലതും കണ്ടു. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന നിയമപ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നത് ഒരിക്കലും കേരള സമൂഹം അനുവദിക്കാൻ പാടില്ലാത്തത്, കാണാൻ പാടില്ലാത്തത് എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഏറെ കണ്ടു. അതിനിടയിലാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഈ കാര്യം. ഇത് നോക്കിപ്പോൾ എക്സൈസ് വകുപ്പിന് ഒരു കൃത്യമായ ഇച്ഛാശക്തി ഇല്ലാതെ ഇത് സാധ്യമാകില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇതിന്റെ റൂട്ട്, ഇത് കടന്നു വരുന്നത് ഇപ്പോഴും കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്കിന് കുറവുണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ലല്ലോ, അല്ലെ? എല്ലാ ദിനവും എന്നതുപോലെ നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന്, കഞ്ചാവടക്കമുള്ളത്, ഹൈബ്രിഡ് കഞ്ചാവടക്കമുള്ളത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇത്ര ലഹരി ഒഴുക്ക്? നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അതോടൊപ്പം സാർവദേശീയ അടിസ്ഥാനത്തിലുമൊക്കെ ഈ ലഹരി മരുന്നുകളുടെ വ്യാപാരവും അതിൻ്റെ ക്രയവിക്രയവും വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് ഓരോ വർഷവും പുറത്തു വരുന്നത്. അപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ഇപ്രകാരമുള്ള ഇടപാടുകൾ നടക്കുകയും എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളോ അല്ലെങ്കിൽ അന്വേഷണങ്ങളോ പിടിക്കപ്പെടുന്ന സംഭവങ്ങളോ ഒക്കെ താരതമ്യേന കേരളത്തിനെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ കേരളത്തിൽ ഇക്കാര്യത്തിൽ ഏത് തരം മയക്കുമരുന്ന് ഇടപാടുകൾ നടന്നാലും ചെറിയ സന്ദർഭങ്ങൾ മുതൽ വലിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വരെ അത് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണെങ്കിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കേരളം അക്കാര്യത്തിൽ വളരെ സീരിയസ് ആയി കാര്യങ്ങളെ കാണുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോഴും മാധു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക? അതല്ലെങ്കിൽ ഇപ്രകാരമുള്ള വിപണനവും അതിൻ്റെ കൈമാറ്റവും ഓരോ ദിവസത്തെ വലിയ വാർത്തകളായി വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെയാണ് കേരളീയ സമൂഹവും അതോടൊപ്പം സർക്കാരും കാണുന്നത്. സർക്കാർ എടുത്ത നടപടികളെയും എക്സൈസ് വകുപ്പിൻ്റെ ഈ ഘട്ടത്തിലെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് മാധു തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഒരു മാധ്യമ ധർമ്മം എന്ന നിലയിൽ ഗവൺമെൻറ് എടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും വലിയ ഒരു തൃപ്തി അക്കാര്യത്തിലുണ്ട്. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇപ്പം നമ്മുടെ സിനിമാ മേഖലയിൽ ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുള്ള അത് ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ശ്രീനാഥ് ഭാസി ആകട്ടെ, ഖാലിദ് റഹ്മാൻ ആകട്ടെ, അതോടൊപ്പം ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള അഷ്റഫ് ഹംസയാകട്ടെ, ഇവരൊക്കെ സിനിമയിലെ ഏതെങ്കിലും പുതുമുഖങ്ങളല്ല, അതല്ലെങ്കിൽ സിനിമയിൽ പെട്ടെന്ന് വരുന്ന ആളുകളല്ല. ഒരുപാട് കാലമായി വളരെ പ്രധാനപ്പെട്ട പോപ്പുലർ സിനിമകളുടെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ച നടന്മാരും സംവിധായകരും സഹരചയിതാക്കളും ഒക്കെയായി കേരളീയ സമൂഹത്തിന് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരെ സംബന്ധിച്ച് ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സിനിമാ താരങ്ങൾ എന്ന നിലയിലൊക്കെ ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന പോലെ, ഉണ്ട പോലെ, തല്ലുമാല പോലെ, അനുരാഗക്കരിക്കിൻ വെള്ളം പോലെ വളരെ പോപ്പുലറായിട്ടുള്ള സിനിമകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് ഖാലിദ് റഹ്മാൻ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച, തല്ലുമാല പോലുള്ള സിനിമകളുടെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് അഷ്റഫ് ഹംസ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വളരെ പോപ്പുലറായ സിനിമകളുടെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ശ്രീനാഥ് ഭാസി ആകട്ടെ വളരെ പോപ്പുലറായിട്ടുള്ള നടന്മാരാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾ കേരളം ചർച്ച ചെയ്തേ മതിയാവും. അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. നിയമപരമായ നടപടികൾക്ക് മുന്നിൽ സെലിബ്രിറ്റിയാണോ സെലിബ്രിറ്റി അല്ലയോ,
അതല്ലെങ്കിൽ പോപ്പുലർ ആണോ നോൺ പോപ്പുലർ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരവും ഇടക്കാലത്ത് പ്രത്യേകിച്ചും എന്ന് ഞാൻ എടുത്തു പറയുകയുണ്ടായി, കർശന നടപടി സ്വീകരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര വിപുലമായ ഒരു ശൃംഖല വളർന്നു പിടിക്കുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. ഇപ്പോൾ പണം മുടക്കാൻ കഴിവുള്ള ഒരാൾക്ക്, താല്പര്യമുള്ള ഒരാൾക്ക്, ഇത് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുടെ കൈകളിലേക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ അതിന് പര്യാപ്തമായ ഒരു നെറ്റ്വർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ വേരർക്കുക എന്നുള്ളത് നമ്മൾ തുടർ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞാൽ പോരല്ലോ, നമുക്കത് സാധ്യമാവേണ്ടതായിരുന്നില്ലേ? നിയമത്തിന്റെ എത്ര ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ ലഹരി ഒഴുക്കുണ്ടാകുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് അത് കാണാനും തടയിടാനും കഴിയാതെ പോകുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാതാക്കൾ തന്നെ ആദ്യം ആവശ്യപ്പെട്ടു, എന്നിട്ട് അവർ തന്നെ വിമർശനവുമായി വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയത്? ഇതിലിപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പുതിയ അധോലോകങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പണം പെട്ടെന്നുണ്ടാക്കാനുള്ള വ്യഗ്രതയും അതോടൊപ്പം പെട്ടെന്ന് തന്നെ ലഹരിക്കടിപ്പെടാനുള്ള സാഹചര്യവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ അന്തർലീനമാണ്. അത് കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയുടെ എന്നല്ല, പുതിയ ലോക സാഹചര്യത്തിൽ അത് വ്യക്തമാണ്. പിന്നെ മാധു ചോദിച്ചല്ലോ, നിർമ്മാതാക്കളോ സംവിധായകരോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗവൺമെന്റ് പരിഗണിക്കേണ്ടത്, ഗവൺമെന്റ് അക്കാര്യങ്ങളിലെല്ലാം ജാഗ്രതയോടെ തന്നെയാണ് ഇടപെടുന്നത്. ഇപ്പോൾ ഒരു പരാതി സീരിയസ് ആയിട്ട് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വന്നാൽ, അതല്ലെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ മുന്നിൽ സൂചന വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വാർത്തകളായോ വിവാദങ്ങളായോ ഒക്കെ ഉയർന്നു വന്നാൽ ഗവൺമെന്റ് കണ്ണടക്കില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗവൺമെന്റ് കണ്ണടക്കില്ല, ശക്തമായ നടപടി സ്വീകരിക്കും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇതിന്റെ ഭാഗമാകുന്ന കുറ്റവാളികൾ, നിങ്ങൾ പറഞ്ഞ വളരുന്ന ശൃംഖല, ഇത് നാട്ടിലെ മോഷണം പോലെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പരമ്പരാഗതമായി നാം കാണുന്ന കുറ്റകൃത്യങ്ങൾ പോലെയോ അല്ല. ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്താണ്? ഇതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇതിനുപയോഗിക്കുന്നു. സമൂഹത്തിലെ വമ്പൻ സ്രാവുകളടക്കം, വലിയ സെലിബ്രിറ്റികളടക്കം, സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് നാം കരുതുന്ന ഇത്തരം സിനിമാ മേഖലയിലെ ആളുകൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാകുന്നു. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ശൃംഖലകൾ ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് പോലീസിനോ എക്സൈസിനോ നമുക്ക് സൂചന കിട്ടിയാൽ ശക്തമായ നടപടി സ്വീകരിക്കും. അതോടൊപ്പം നമ്മുടെ സ്കൂളുകളിലാകട്ടെ, കോളേജുകളിലാകട്ടെ, സ്ഥാപനങ്ങളിലാകട്ടെ ഇതിൻ്റെ ഒഴുക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള സൂക്ഷ്മമായ പരിശോധന ശക്തമാവണം, ശക്തിപ്പെടുത്തണം. അതിന് ഗവൺമെന്റ് ഇപ്പോൾ ഒരു മെക്കാനിസം ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മാത്രം പോരാ, നമ്മുടെ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ ഇക്കാര്യത്തിൽ ഏത് തരം കുറ്റകൃത്യവും മയക്കുമരുന്ന് ഇടപാടും ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ഒറ്റക്കെട്ടായി, അവിടെ കക്ഷി രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമൊന്നുമില്ല, ഇതിനെ ഒറ്റക്കെട്ടായി ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയായി നമുക്ക് ശക്തമായി നേരിടണം. അതിന് ഒരഭിപ്രായ വ്യത്യാസവും കേരളീയ സമൂഹത്തിൽ ഉണ്ടായി വരില്ല. പക്ഷെ പല വഴികളിലൂടെ ഇത് ചെക്ക് പോസ്റ്റുകൾ എന്നുള്ള നിലയിലുള്ള നമ്മുടെ കാര്യങ്ങൾ മാത്രം കാണണ്ട. ഏതൊക്കെ ആളുകളിലൂടെ, ഏതൊക്കെ ശൃംഖലകളിലൂടെ ഇത് വരുന്നു, ഇത് ഏതൊക്കെ വെഹിക്കിളുകളിലൂടെ വരുന്നു, ഇത് സമൂഹത്തിൽ ഏതൊക്കെ തുറകളിൽ വ്യാപിക്കുന്നു, ഇതൊക്കെ ശരിയാണ്. ഇതിലൊന്നും എനിക്ക് അങ്ങയോട് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇവിടെയൊക്കെ കൃത്യമായ വിജിലൻസ് നിറവേറ്റാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം സർക്കാരാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാനുള്ള ഒരേ ഒരു സംവിധാനം സർക്കാരാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരേ ഒരു സംവിധാനം സർക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇത് ചോദിക്കുകയും ചെയ്തത്. ശ്രീമതി വീണ നായർ, ഇത് നോക്കൂ, സ്വാധീനവും സമ്പത്തും ഈ ടെക്നിക്കൽ സപ്പോർട്ടും ഒക്കെ ഇതിന് കുടപിടിക്കുന്നു എന്നുള്ളത് ഡോക്ടർ ഷിജു ഖാൻ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സ്വത്തും സമ്പാദ്യവും സമ്മർദ്ദത്തിനുള്ള ശേഷിയും ഒക്കെയുള്ള ആർക്കും എന്ത് അധോലോകവും ഉണ്ടാക്കാൻ കഴിയുന്നൊരു സംവിധാനമാണ് നമ്മുടെ നാട് എങ്കിൽ ആരോട് ചോദിക്കും? തീർച്ചയായും മാധു, ആരോടും നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല. സർക്കാരിനോട് മാത്രമേ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു 2-3 സെന്റൻസ് മാധുവിനെ വായിച്ച് കേൾപ്പിക്കാം. An oft repeated complaint heard was that consumption of alcohol and drugs in workplace in cinema is common. Many acts of sexual harassment had taken place after the consumption of alcoholic beverages or drugs. One witness stated that most of the actors come to the sets after consuming alcohol. Most of them use drugs too. The justification given is that the intoxicant enhances creativity, stated the witness.
ഞാൻ ഈ വായിച്ചത് ഏത് റിപ്പോർട്ടിലെ ഭാഗമാണെന്നുള്ളത് മാധുവിന് മനസ്സിലായി കാണും. മാധു ആ റിപ്പോർട്ട് വായിച്ചിട്ടുള്ളതാണ്. ഹേമ കമ്മിറ്റി, അതെ അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 2017 നമുക്കറിയാം. 19 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 2025 ആയപ്പോഴേക്കും 6 വർഷമായി. മാധു ആലോചിക്കുക, 3-4 വർഷം ഈ റിപ്പോർട്ട് അടവച്ച് ഉറങ്ങുകയായിരുന്നു സർക്കാർ. അതിനുശേഷം മാധ്യമപ്രവർത്തകരടക്കം RTI കൊടുത്ത് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇപ്പൊ വീണ്ടും 1.5-2 വർഷത്തോളമാകുന്നു. ഈ 6 വർഷം മുമ്പ് ഇത്രയും പ്രസക്തമായ കാര്യങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട മൊഴികൾ അടക്കം ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു? ഇവിടെ ശ്രീ ഷിജു ഖാൻ പറഞ്ഞു സർക്കാർ ഇവിടെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 1 ദശാബ്ദത്തോളമായിട്ട്, അതായത് 8-9 വർഷമായിട്ട് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ സിനിമാ മേഖല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞു മക്കളുടെ കയ്യിൽ മിഠായി പരുവത്തിൽ വരെ ഡ്രഗ്സ് എത്തുന്ന തരത്തിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? അതിനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഷിജു ഖാന്റെ സർക്കാരിന് മാറി നിൽക്കാൻ സാധിക്കും. ഇത് ഞാനൊരു പൊളിറ്റിക്കലായിട്ട് പറയുന്നതല്ല, ഞാനൊരു അമ്മ എന്നുള്ള നിലയിലുള്ള എൻ്റെ ആശങ്ക പറയാണ്. താമരശ്ശേരിയിൽ ഒരു മകൻ അമ്മയെ കൊടുവാള് കൊണ്ട് വെട്ടിക്കൊന്നിട്ട് ജനിപ്പിച്ച കുറ്റത്തിന് അവരെ കൊന്നു എന്ന് പറഞ്ഞ് പറയാണ് അല്ലേ? ഒരു മോൻ കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷം ചത്ത മീനിന് സമാനമായി കണ്ണ് എന്നൊരമ്മ പറയുന്നത് കേരളം കേട്ടിട്ട് എത്ര ആഴ്ചകളായി കാണും മാധു? എല്ലാ മേഖല, ഇപ്പൊ സിനിമാ മേഖലയെ ഒറ്റപ്പെടുത്തി വലിയ രീതിയിൽ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയ്ക്ക് കൃത്യമായി അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ എത്തുന്ന നായകന്മാർ എന്ന് പറയുന്നത് നല്ല ഐഡൽസ് ആണ് നമ്മളെ സംബന്ധിച്ച്, അല്ലേ? വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഡ്രസ്സ് ധരിക്കുന്നെങ്കിലും അവരുടെ ബിഹേവിയറിലായാലും അവര് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നതും എല്ലാം സിനിമാ താരങ്ങളെ നോക്കിയിട്ടാണ്. അത്തരത്തിൽ റോൾ മോഡൽസ് ആവേണ്ട ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകളെ ആഘോഷിക്കുകയാണ് എങ്കിൽ ആ ആഘോഷം നമ്മുടെ വരുന്ന തലമുറ പകർത്തി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ് എങ്കിൽ തീർച്ചയായും സിനിമയ്ക്കും സിനിമാ മേഖലയ്ക്കും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ സിനിമയ്ക്കുള്ളിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു നടി പരാതി രഹസ്യമായി പറയുകയും അത് പരസ്യമായി പോവുകയും അതിനുശേഷം എനിക്ക് പരാതിയില്ല, ഞാൻ ചോദിക്കട്ടെ മാധു, ഒരു സെക്ഷലി കളേർഡ് റിമാർക്ക് പറയുക അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ത്രീയോട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് കിട്ടിയാൽ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട വിഷയത്തിൽ എനിക്ക് പരാതിയില്ല, ഞാൻ മുന്നോട്ട് പോകുന്നില്ല, കുടുംബം തന്നെ പറയാണ് ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ സിനിമയ്ക്കുള്ളിലുള്ളത് സിനിമയ്ക്കുള്ളിൽ തീർത്തോളാം. എനിക്കറിയില്ല ഇത് എന്തൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ട്. ഇങ്ങനെയാണ് ഒരു നമ്മുടെ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് പോകേണ്ടത്? ഈ രീതിയിലാണോ? കൃത്യമായി പോലീസ് അവിടെ ഇന്റർവീൻ ചെയ്യണ്ടേ? എന്നാലല്ലേ ഇത്തരത്തിലുള്ള പ്രവണതകളെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സിനിമയ്ക്കകത്തുള്ള പരാതികൾ സിനിമാക്കാർ തമ്മിൽ പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രായോഗികമായിരിക്കുമെന്നുള്ളത് മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് വായിക്കാനിടയായി. അതിനകത്ത് വളരെ സീനിയർ ആയിട്ടുള്ള ബീന പോൾ മാഡം പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതാണ്: ദ ഇഷ്യൂ ഓഫ് ഡ്രഗ്സ് ഇൻ ദ ഇൻഡസ്ട്രി ഈസ് ഫാർ ഫ്രം സിമ്പിൾ as it involves a complex nexus of money and underworld mafias. Underworld mafiasum വലിയ രീതിയിലുള്ള പൈസയും ഇൻവോൾവ് ചെയ്യുന്ന കാര്യമാണ്. അത് ചെറിയൊരു വിഷയമല്ല. പിന്നെ എന്താ വേണ്ടത്? She points out that effective solutions require political willpower and strong coordination between law enforcement and film organizations. ഇതല്ലേ വേണ്ടത്? ഈ പറഞ്ഞ കാര്യമല്ലേ വേണ്ടത്? ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും അതുപോലെ തന്നെ സിനിമ ഓർഗനൈസേഷൻസും ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സിനിമാ ലോകത്തെ സഹായിക്കണം. എന്തുകൊണ്ട്? ഡയലോഗ് പറയുമ്പോൾ വെള്ളപ്പൊടി മേശയിൽ വീണു എന്ന് സിനിമ നടി വന്ന് പറയുന്നു, മറ്റൊരു നടി പറയുന്നു എനിക്ക് സമാനമായ അനുഭവം ഉണ്ടായി, പക്ഷെ എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് തന്നെ പാക്ക് ചെയ്തു. വിച്ച് മീൻസ് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പരാതിപ്പെടുന്ന നടിമാർക്ക് ഇനി മുതൽ അവസരങ്ങൾ വേണമെങ്കിൽ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല.
അല്ലേ? അത്രയും ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമാ ലോകത്ത് സ്വാഭാവികമായും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വിൻസി അലോഷ്യസ് ആദ്യം പരാതിയും വസ്തുതയൊക്കെ പറഞ്ഞ് ഞാൻ ഈ പ്രതിഭയാണെന്ന ഇളവ് വേണം എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കേൾക്കുകയും ചെയ്തു. അങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പ്രതിഭ വെച്ച് തൂക്കി നോക്കിയിട്ടാണോ ഇളവ് തരേണ്ടത് എന്നുള്ളതൊക്കെ പൊതുസമൂഹം ചോദിക്കും. പക്ഷേ ഈ പറയുന്നത് പോലെ നിയമം ഇടപെടേണ്ട ഇടത്ത് അത്തരം പരാതികൾ മാധു, ഈ റിപ്പോർട്ടിൽ ഞാൻ വായിച്ച റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത് ലാസ്റ്റ് സെന്റൻസ് അതാണ്. ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് നമ്മൾ ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ മമ്മൂക്കയെ പോലെ നസീർ സാറിനെ പോലെ തിക്രുഷി സാറിനെ പോലെ എത്രയോ പ്രതിഭകളെ കണ്ടിട്ടുള്ള ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഇന്നലെ വന്ന ഷൈൻ ടോം ചാക്കോയാണോ ഈ കഞ്ചാവടിച്ച് അഭിനയിക്കുന്നവരാണോ സിനിമയെ ഉണ്ടാക്കിയത് മലയാളത്തിൽ? അല്ലല്ലോ. അപ്പൊ ഏത് തരത്തിലാണ് ഈ ക്രിയേറ്റിവിറ്റിയുടെ പേരൊക്കെ പറഞ്ഞ് ഇവര് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ഒരു മേഖലയിൽ നിന്നുള്ള ആക്ടർമാർ മാത്രമാണ് എന്നുള്ളതല്ലോ ഇപ്പോൾ തെളിയുന്നത്. സിനിമ ഉണ്ടാക്കുന്നവർ, മികച്ച സംവിധായകർ, ഹിറ്റ് നൽകാൻ കഴിയുന്ന സംവിധായകർ തന്നെ ഈ പട്ടികയിലാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് തങ്ങൾ ചെയ്യുന്ന അതേ കാര്യം ചെയ്ത നടന്മാരെ മാറ്റി നിർത്താൻ കഴിയുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം വീണ ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ട് ഒരു കാര്യം, അതായത് ആ വിഷയം അന്നത്തെ ദിവസം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അന്ന് സാംസ്കാരിക മന്ത്രി ടെലിഫോൺ ലൈനിൽ വരുമ്പോൾ ഈ 6 വർഷക്കാലം ഇത്രയും നീണ്ട കാലാവധി നമ്മൾ ആ റിപ്പോർട്ടിന്മേൽ എന്തു ചെയ്തു? ഇപ്പോൾ ശരി, പരസ്യമാക്കാൻ പാടില്ല എന്നുള്ളത് നിയമപ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ അതിലെന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിയേറ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത് സംസ്ഥാനത്തെ സിനിമാ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണോ എന്ന് അന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി കിട്ടിയിട്ടുമുണ്ടായിരുന്നില്ല. ആ ദിവസത്തെ ചർച്ചകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യുന്നതാണ്. പിന്നെ ഒന്ന്, മാധ്യമങ്ങൾ, ഈ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഈ പേക്കൂത്തുകൾ കൂടി കണ്ടന്റ് ആക്കി അത് പ്രേക്ഷകരിലേക്ക് തള്ളിക്കൊടുക്കുന്ന ഒരു സാഹചര്യം വളരെ വലിയ തോതിലുണ്ട്. എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്ര സാമൂഹ്യ വിരുദ്ധമായ പരാമർശങ്ങളാണ് എങ്കിലും, ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ പോലും, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആർക്കും വ്യക്തമാകുന്ന തരത്തിലുള്ള പ്രതികരണമാണ്. എന്നിരുന്നാൽ പോലും അതൊക്കെ കണ്ടന്റ് എന്ന നിലയ്ക്ക് മാത്രം പരിഗണിക്കുന്ന മാധ്യമങ്ങൾ അത് സ്വയം വിമർശനപരമായി കാണേണ്ടതാണ് എന്ന് പറയുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള എന്തെങ്കിലും ധാർമ്മികത വെച്ച് പുലർത്തുമോ എന്നുള്ള കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് ഇല്ല എന്നിരിക്കെ. ശ്രീ കല്ലിയൂർ ശശി, ഇപ്പോൾ സിനിമയ്ക്ക് ഇൻഡസ്ട്രി ആണല്ലോ പ്രധാനം. ഈ വാർത്ത നമ്മളിപ്പോൾ ചർച്ചയ്ക്കിരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും മാതൃഭൂമി ന്യൂസ് അടക്കം ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ ഒരൊറ്റ ചിത്രം മാത്രമാണ് ലാഭം കൊയ്തത് എന്നുള്ളതാണ്. 15 സിനിമകളിൽ 14 സിനിമ. ഇൻഡസ്ട്രി തന്നെ സർവൈവ് ചെയ്യാൻ കഷ്ടപ്പെടുകയാണ്. അവിടെ അധിക ചിലവ് വരുന്ന, ഷൂട്ടിംഗ് മുടക്കുന്ന, അവിടെ വരുന്ന മറ്റ് ആർട്ടിസ്റ്റുകളെ അപമാനിക്കുന്ന, നിർമ്മാതാക്കളെ അടക്കം പരിഹസിക്കുന്ന, ലക്കും ലഗാനുമില്ലാതെ സെറ്റിൽ വന്ന് പ്രവർത്തിക്കുന്ന താരങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഈ താരങ്ങൾ സർവൈവ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ, അതായത് സംവിധായകനിൽ കൂടിയാണ് അവർ സർവൈവ് ചെയ്യുന്നത്. ഒന്ന്, ഇത് സിനിമ എടുക്കുന്ന എല്ലാം ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് 200 കഴിഞ്ഞ വർഷം ഉള്ളായിട്ട് 200 സിനിമയിൽ 190 സിനിമയും പുതു പ്രൊഡ്യൂസേഴ്സാണ്. ഒരു സിനിമ എടുത്തിട്ട് വരുന്നവരാ ചുരുക്കം ചിലർ മാത്രമാണ്, വളരെ വിരലെണ്ണാവുന്നവർ മാത്രമാണ് കണ്ടിന്യൂസ് ആ സിനിമ എടുക്കുന്നു, ഇതൊരു തൊഴിലായി സ്വീകരിച്ച്, ഇതൊരു വ്യവസായമായി സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് അവർ തന്നെയാണ് ഇത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അവർക്കൊരു തിക്താനുഭവം ഉണ്ടായ ആദ്യം വന്ന് അസോസിയേഷനെ കംപ്ലൈൻറ്റ് ചെയ്യണം. അവർ ചെയ്യൂല. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ അതിൻ്റെ സംവിധായകനടുത്ത് മറുപടി പറയണം. അവർക്ക് സംവിധായകൻ ഇട്ടേച്ച് പോയാൽ അവൻ്റെ ഇത്രയും പൈസ മുടക്കിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് കടമ്പകളുണ്ട് അവർക്ക്. എന്നിരുന്നാൽ തന്നെ അവർ പറയില്ല, അല്ലെങ്കിൽ ഡയറക്ടർ പറയില്ല, അല്ലെങ്കിൽ വേറെ ആരും പറയില്ല. ഒന്നും കംപ്ലൈൻറ്റ് ഇല്ലാത്തടത്തോളം കാലം ഒരു സംഘടനയ്ക്കും പ്രത്യേകിച്ചൊരു നടപടി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് നിയമം ഇത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സംഘടനയൊന്നും അല്ലല്ലോ ഈ സിനിമാ സംഘടന എന്ന് പറയുന്നത്. അപ്പം അവർക്ക് അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, പരിമിതികളുണ്ടെന്ന് പറയുന്നത്. അല്ലെ, സെറ്റിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിർമ്മാതാക്കൾ സ്വാഭാവികമായും ഫിലിം ചേമ്പറുമായി ആശയവിനിമയം നടത്തില്ലേ? നടത്തണം, ആശയവിനിമയം നടത്താറുണ്ട്. ഞങ്ങൾ വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല. ഈ സൂത്രവാക്യത്തിന്റെ നിർമ്മാതാവിനെ നമ്മൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ട് എഴുതി തരുമെന്ന് പറഞ്ഞാൽ, എനിക്ക് കംപ്ലൈന്റ് ഇല്ല, ഞങ്ങളത് ചെറിയ ഇതൊക്കെ ഉണ്ടായത് പരിഹരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട് മാത്രം അതവിടെ പരിഹരിച്ചിട്ടുണ്ട് സാർ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ നിർമ്മാതാവാണ് ഈ സൂത്രവാക്യത്തിൻ്റെ ആൾ. അദ്ദേഹം ഒരു ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ആക്ച്വലി, അതിൻ്റെ പ്രൊഡ്യൂസർ. മലയാളിയും കൂടിയല്ല, മലയാളിയായ ആൾക്കാർ വരെ തരുന്നില്ല. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു പ്രൊഡ്യൂസർ പുറത്തേക്ക് വിളിച്ച് പറഞ്ഞത്,
ശ്രീനാഥ് ബാസി വെളുപ്പിന് 3 മണിക്ക് എനിക്ക് കഞ്ചാവ് ചോദിക്കുന്നു. ഇത് ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ. ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം, നിങ്ങൾ അവരെ വെച്ച് സിനിമ എടുക്കണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളവരെ വെച്ച് സിനിമ എടുക്കാൻ പറ്റൂലെന്ന് നിങ്ങൾക്ക് പറയാൻ അവകാശമൊന്നുമില്ല. ഒരു സംഘടനയ്ക്ക് അവകാശമില്ല, എടുക്കാൻ അവകാശമില്ല. തൊഴിൽ നിഷേധമാണത്. ഒരാളിനെ മാറ്റി നിർത്താനെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ പലരും ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനവരെ വച്ച് വാഴിച്ചു കൊണ്ടുപോകുന്നു? നമ്മളല്ല വാഴിക്കുന്നത്, സംഘടനകളല്ല അവരെ വാഴിക്കുന്നത്, ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സാണ്. ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇവരെ പറ്റി കംപ്ലൈൻറ്റ് റിട്ടേൺ ആയിട്ട് ഞങ്ങൾക്ക് തരണം. തന്നാൽ ഞങ്ങൾ അതിനുള്ള വഴികളൊക്കെ ഉണ്ട്. തൊഴിൽ നിഷേധമല്ലാത്ത തരത്തിൽ അവരെ സിനിമയിൽ നിന്ന് ഇയാളെ ബാസി ശ്രീനാഥ് നമ്മൾ ബാസി മാറ്റിയിട്ടുണ്ടല്ലോ. 3 മാസം വീട്ടിലിരുന്നില്ലേ? ഷൈൻ നിഗ 3 മാസം വീട്ടിലിരുന്നില്ലേ? അതൊക്കെ സംഘടനയിൽ കഴിയുന്നതാണ്. പക്ഷെ റിട്ടേൺ കംപ്ലൈന്റ് വേണം. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് ഇല്ലാതെ പോകുന്നത്? അത് റിട്ടേൺ കംപ്ലൈന്റ് തരുന്നില്ല. അത് ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാണ് ഇത് ഇങ്ങനെ നേരത്തെ ഇത്രയും വാർത്തകൾ വന്ന സമയത്ത് ഇൻഡസ്ട്രി ഇതിനെ കുറച്ചുകൂടി ഗൗരവമായി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നുണ്ട്. ഒരു മിനിറ്റ്, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ 6 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ സാറാണ്. ലോക്നാഥ് ബെഹ്റ സാറിൻ്റെ അടുത്ത് ഒരു മീറ്റിംഗ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് സകല സംഘടനകളുടെയും പ്രതിനിധികളടങ്ങുന്ന ഒരു 10 അംഗ സംഘമാണ് അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ ലഹരി വ്യാപനമാണ്, ഭയങ്കരമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്, സാർ ഇടപെട്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇടപെടും, പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പറഞ്ഞത് ഒരു സ്ക്രിപ്റ്റിൽ ഷൂട്ടിംഗ് നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതെങ്ങനെ ഷാഡോ പോലീസ് വഴിയോ എന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ നിർബന്ധമാണെങ്കിൽ ഇടപെടുകയും സെറ്റിൽ കുഴപ്പമുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്ന് ആ പ്രൊഡ്യൂസറൊന്ന് ഇത് കൂട്ടി അറിയിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാണ്. അനങ്ങിയിട്ടില്ലല്ലോ പോലീസ്, ഒരു സെറ്റിലും വന്നിട്ടില്ലല്ലോ. ഇതിപ്പം വളരെ അടുത്ത കാലത്താണ് പോലീസ് ആക്റ്റീവായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് നടക്കുന്നത്. അല്ല, ഈ സമൂഹത്തിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്. ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ട്രെയിൻ വന്നിറങ്ങി, രാത്രി 9 മണി ശതാബ്ദിയിൽ വന്നിറങ്ങിയിട്ട് ഞാനൊരു പ്രീപെയ്ഡ് ആട്ടോ പിടിച്ചു അവിടുന്ന്. എൻ്റെ വീട് മണക്കാടാണ്. തമ്പാനൂരിൽ നിന്ന് മണക്കാട് പോകാനായിട്ട് 5-6 മിനിറ്റ് മതി. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്ത ഉടനെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് പതുക്കെ എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ രൂക്ഷമായിട്ട് എന്നെ നോക്കിയപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ചൊവ്വാന്നിരിക്കുന്നു. അമ്മയാൽ മദ്യപിച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് ചുമ്മാ അടുത്തൊന്ന് മണപ്പിച്ച് നോക്കും, ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പിന്നീട് അവിടെ നിന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു. അപ്പം അവിടെ തൊട്ട് ഞാൻ പറയണ ഓട്ടോറിക്ഷ തൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. സ്കൂൾ തലം തൊട്ട്. എൻ്റെ ഭാര്യ ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നാണ്. അവരൊന്നും ഓരോ കഥകൾ പറയുന്നത് കേട്ടാൽ 7ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തുടങ്ങും. ശരിയാണ്. ഇപ്പോൾ ഈ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട അതിക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നമ്മുടെ കൂടപ്പിറപ്പുകളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും പുറത്ത് വഴിയിൽ കാണുന്നവരാണ് എന്നിരുന്നാൽ പോലും സാധാരണഗതിയിലുള്ള സംസാരങ്ങളുടെ പേരിൽ പോലും അക്രമ സംഭവങ്ങൾ സാധാരണമാണ് നമ്മുടെ സമൂഹത്തിൽ. എങ്ങനെ ആളുകളോട് പ്രതികരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നതുപോലും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ വലിയ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്ന വാർത്തകൾ നിരവധി വായിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ടത് പരാമർശിച്ചു പോയി എന്നേ ഉള്ളൂ. ശ്രീ സന്ദീപ് സാർ, ഇപ്പോൾ സിനിമയെ മാത്രം വേട്ടയാടുന്നു, സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ ഇത് മാത്രമേ കാണാനുള്ളൂ, പരിഹാസങ്ങൾ ഉണ്ടാകുന്നു, ട്രോളുകൾ ഉണ്ടാകുന്നു, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപാണ് എങ്കിൽ വലിയ തോതിൽ പരാതി വന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും ദവിൻസി അടക്കം ഉന്നയിച്ച പല കാര്യങ്ങളും എന്ന് പറയുന്നത് ലൈംഗികാതിക്രമങ്ങൾ അല്ലെങ്കിൽ മോശമായി സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ സിനിമാ മേഖലയിൽ മാത്രം ഇത്തരം വാർത്തകളെ വലിയ തോതിൽ പർവ്വതീകരിക്കുന്നു, അതിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്നു, സിനിമാ മേഖല മുഴുവൻ ഇങ്ങനെയാണ് എന്ന് ചാപ്പയടിച്ചു വെക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി നിയമ സംവിധാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സിനിമാ മേഖലയിലാണ്. എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? നിരവധി ആളുകൾ, ഈ പറയുന്ന ഹിറ്റ് സംവിധായകരടക്കമുള്ളവർ പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നു. എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും കണ്ടില്ല എന്ന് പൊതുസമൂഹം വിചാരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ?
മാധു, എനിക്ക് പറയാൻ 2-3 കാര്യങ്ങളുണ്ട്. അതായത് മാധു ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ കൊട്ടേഷൻ റേപ്പ് മാധു പറഞ്ഞത് അത് കുറ്റാരോപണം മാത്രമാണ്, അത് കോടതിയിൽ ഇരിക്കുന്നതാണ്, സബ് ജൂഡിസാണ്, തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടാകാം, യാഥാർത്ഥ്യമല്ലാത്ത എത്രയോ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് അതിൽ സത്യാവസ്ഥ ഇല്ല എന്ന് പറഞ്ഞ് അക്വിറ്റ് ചെയ്യുന്ന എത്രയോ കേസുകളുണ്ട്. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു മാധ്യമം പറയാറുണ്ടോ? ഒരാളെ കുറ്റം ചാപ്പ കുത്തി ഒരാളുടെ തലയിൽ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ അത് ആരോപിക്കപ്പെട്ട ആൾ സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര മാധ്യമങ്ങൾ അത് കൊടുക്കും? അത് സംഭവിക്കാറില്ല. അപ്പോൾ അത് ഒരു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൊട്ടേഷൻ കൊടുത്തൊരു റേപ്പ് സംഭവിച്ചു എന്ന് പറയുന്നത് അത് സബ് ജൂഡിസ് ആണ്, അത് കുറ്റം തെളിയിക്കപ്പെടട്ടെ, അത് കോടതിയിൽ പറഞ്ഞില്ല. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ഇന്ത്യൻ നിയമ സംവിധാനത്തിന് കീഴിൽ ആദ്യമായിട്ടാണ്, ചർച്ച ചെയ്യപ്പെടില്ലേ എന്നാണ് ചോദിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ല, ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ പല കേസുകളും ഫേക്ക് ആയിട്ടുള്ള കേസുകൾ എത്രയോ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, സത്യവിരുദ്ധമായിട്ടുള്ള എത്രയോ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും മാധ്യമ ശ്രദ്ധയിൽ പെടുമ്പോഴേക്കും ആ ഒരു കുറ്റാരോപിക്കപ്പെട്ട ആൾക്ക് ഉണ്ടാകാവുന്ന ഡാമേജ് എല്ലാം ഉണ്ടായി കഴിയും. നേരത്തെ മാധു പറഞ്ഞതുപോലെ പലർക്കും പല റീൽസ് മാത്രമാണ് ആ ഒരു സമയത്തിൽ കിട്ടുന്ന ഒരു മാധ്യമധർമ്മം എന്നുള്ള രീതി ഒന്നും നോക്കാറില്ല. അത് ഒരു വാസ്തവമാണ്, അതൊരു വശത്ത് നമ്മൾ നിൽക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ വന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ചു മുമ്പേ യൂത്ത് കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള വീണ പറഞ്ഞു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മിക്ക നടന്മാരും മദ്യപിച്ചാണ് വരുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത്, ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് പൂർണ്ണമായും സിനിമയുടെ അകത്തുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്താണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞങ്ങളാരും. ഞാൻ വ്യക്തിപരമായിട്ട് തീർച്ചയായിട്ടും അല്ല, കാരണം ഞാൻ ഹേമ കമ്മിറ്റി വായിച്ചിട്ടുള്ളതാണ്, റിപ്പോർട്ട് വായിച്ചിട്ടുള്ള ആളാണ്. അതായത് സിനിമയ്ക്കകത്ത് ഫെഫ്ക പോലെ ഒരു സംഘടനയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉള്ളപ്പോൾ വെറും 42 പേര് അടങ്ങുന്ന ഒരു ചെറിയ സമൂഹത്തിൽ നിന്നും, സ്ത്രീ സമൂഹത്തിൽ നിന്നും ക്രോഡീകരിച്ചെടുത്തിരിക്കുന്ന കുറേ അഭിപ്രായങ്ങളാണ് അതിനകത്തുള്ളത്. അത് പൂർണ്ണമായും സിനിമാ മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മിക്ക നടന്മാരും മദ്യപിച്ച് വരികയാണ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. സിനിമാ മേഖലയിൽ എല്ലാവരും മദ്യപിച്ച് ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് തന്നെ വളരെ ജനറലൈസ് ചെയ്യുകയും മറ്റ് നടന്മാരെയും അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യൻസിനെയും ബാധിക്കുന്ന കാര്യങ്ങൾ. ശ്രീ സന്ദീപ് സനൻ, അതായത് എല്ലാ നടന്മാരും പരാമർശമില്ല, വിക്ടിം പറഞ്ഞത് എന്ന് പറഞ്ഞ, അതായത് ഒരു ഇപ്പൊ വായിച്ചതിൽ പറയുന്നുണ്ട് മിക്ക നടന്മാരും, അത് ഒരു വിക്ടിം പറഞ്ഞ, അല്ലെങ്കിൽ ചില വിക്ടിമായിട്ടുള്ള ചില ആളുകൾ പറഞ്ഞ കാര്യം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, ഇത് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാർ എന്തു ചെയ്തു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ വിശുദ്ധ വചനങ്ങളാണ്, അത് മുഴുവൻ അപ്പാടെ വിഴുങ്ങേണ്ടതാണ് എന്ന അഭിപ്രായം വീണയ്ക്ക് പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ റിപ്പോർട്ട്, ഔദ്യോഗിക സ്വഭാവമുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്തു ചെയ്തു എന്നാണ് വീണ ചോദിച്ചത്. അത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ 2 മെമ്പേഴ്സും കൂടിയുണ്ട്. പ്രമുഖയായിട്ടുള്ള നടി ശ്രീമതി ശാരദ, ഒരു ശ്രീമതി വത്സല, ഇവര് 3 പേരുടെ റിപ്പോർട്ടുണ്ട്. ശ്രീമതി ശാരദ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് ഇവർ പറയട്ടെ. സിനിമയ്ക്കകത്ത് അവർക്ക് കുറെ കൂടെ അവരും പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, സിനിമയ്ക്കകത്തുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ ഇത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എന്ന് നമുക്ക് സ്വാഭാവികമായും പറയാം. പക്ഷേ വീണ ഉന്നയിച്ച ഒരു കാര്യം, ഈ ഇത്ര ഗൗരവ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട്, ഇത്ര ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് അല്ല, ഇതിലെന്താ പ്രശ്നം അറിയാമോ? ഇതിൽ വീണ അതിലൊരു കക്ഷിയല്ല. വീണ സിനിമ ഇൻഡസ്ട്രിക്ക് പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഇപ്പോ പക്ഷേ സന്ദീപ് സേനൻ അതിലൊരു കക്ഷിയാണ്, സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് അത് ഹൈലൈറ്റ് ചെയ്യണം. അങ്ങേക്ക് അതെ, ഇപ്പോൾ പൊതുപ്രവർത്തകയാണ്. ഇനി അങ്ങ് ആ ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്നുണ്ട്, അങ്ങേക്ക് ഈ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലല്ല നിൽക്കുന്നത്. ഈ റിപ്പോർട്ട് ഔദ്യോഗിക സ്വഭാവമുള്ള സർക്കാരിന്റെ താല്പര്യപ്രകാരം സർക്കാർ ചുമതലപ്പെടുത്തിയ ഒരു കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ട് അതിൽ ഇത്രയും വർഷം എന്തു ചെയ്തു എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റാണെങ്കിൽ തെറ്റാണ്, അത് അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ അടിസ്ഥാനമില്ലാത്തതാണ്, അത് ശരിയാണെങ്കിൽ അടിസ്ഥാനമുള്ളതാണെങ്കിൽ അതിൽ എന്ത് ചെയ്തു, ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം. അല്ലെങ്കിൽ പിന്നെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് എന്തിനാണ് ഈ ഇത് ചെയ്തത് എന്നേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഇത് 5-6 കൊല്ലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉയർന്ന ചോദ്യം, ന്യായം തന്നെയാണ്.
ഈ 6 കൊല്ലത്തിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി 2017 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 17 മുതൽ 19 വരെ ഇതിൻ്റെ എല്ലാ തെളിവെടുപ്പുകളും നടത്തുന്നു. അപ്പം അന്നോളം ഉണ്ടായിരുന്ന സിനിമയ്ക്കകത്തുള്ള വിഷയങ്ങൾ പലതും, അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് മുന്നുള്ള വിഷയങ്ങൾ വരെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഹേമ കമ്മിറ്റിക്കകത്ത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനുശേഷം ഈ 8 വർഷത്തിൻ്റെ ഇടയിൽ ഹേമ കമ്മിറ്റി വന്നപ്പോൾ തന്നെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ സിനിമയ്ക്കകത്ത് തന്നെ സംഭവിച്ചു. വസ്ത്രം മാറാനായിട്ടുള്ള സംവിധാനങ്ങൾ, അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഇതെല്ലാം മാറി വരുന്ന ഈ ടോയ്ലറ്റ് ഉൾപ്പെടെ ഇന്ന് സിനിമയിൽ സജീവമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അത് വീണ്ടും പക്ഷേ കാലോചിതമായ ക്രിമിനൽ പ്രവർത്തനം കൂടി പരിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ളവയുടെ കേന്ദ്രമായി അധോലോക സംഘങ്ങളായി അവർക്കൊക്കെ താമസിക്കാൻ കഴിയുന്ന, അവർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ലഹരി ഉപയോഗം അടക്കമുള്ളവർക്ക് സങ്കേതമായി സിനിമ മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അധോലോകം എന്ന് പറയുന്ന വാക്കൊക്കെ പണ്ടേ മണ്ണിട്ട് മൂടിയതാണ്. ഇവിടെ ഒരു അധോലോകവുമില്ല. ഈ അധോലോകം ഉണ്ടെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള ബാക്കിയുള്ള ഈ സമൂഹത്തിലുള്ള എല്ലാ പവർ സെന്റേഴ്സും എല്ലാം ഈ അധോലോകത്തിൽ ഉൾപ്പെടേണ്ടതാണ്. സിനിമ മാത്രമല്ല, അതിനകത്ത് എല്ലാവരും ഉണ്ടാവും. ഇവരെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഉണ്ടാവണമല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിതമായി നടക്കുന്നു. ഒരു ആഡംബര ഫ്ലാറ്റ്, ഇവിടുത്തെ ഒരു ഛായാഗ്രാഹകന്റെ പേരിലുള്ള ഒരു ഫ്ലാറ്റ്, അവിടെ മറ്റ് ആളുകൾ, അതായത് കുടുംബ സുഹൃത്തുക്കളോ അങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്ക് വന്നവരൊന്നുമല്ല. അദ്ദേഹം പോലും അവിടെ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവിടേക്ക് എത്തുന്നു, ലഹരി ഉപയോഗിക്കുന്നു, ലഹരി അടക്കം പോലീസ് പിടിക്കുന്നു. ഇതിനൊക്കെ അധോലോകം എന്നല്ലാതെ വേറെ എന്താണ് പറയാ? അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അത് പിടിക്കുന്നതിന് അധോലോകം എന്നാണോ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത് തികച്ചും സംഭവിച്ചത് തെറ്റാണ്. 100% സിനിമയെ അതിനകത്ത് ഫെഫ്ക എന്ന് പറയുന്ന ടെക്നീഷ്യൻസിന്റെ സംഘടന സത്വര നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന ഹൈബ്രിഡ് ആണെങ്കിലും ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിന്റെയും എല്ലാം അതിപ്രസരം ഉണ്ടായത് ഈ നേരത്തെ ശ്രീമതി വീണ നായർ പറയുന്നുണ്ട് 8-9 കൊല്ലത്തിന് മുമ്പ് മുതൽ തുടങ്ങിയതാണെന്നുള്ളത് ശരിക്കുമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാർ നിരോധനം സംഭവിച്ചതിന് ശേഷം ഉണ്ടായതാണ്. ബാർ നിരോധനം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം ഡ്രഗ്സിന്റെ അതിപ്രസരം ഇവിടെ ഉണ്ടായത്. അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലത് നിർത്തലാക്കപ്പെട്ടപ്പോൾ മറ്റ് ലഹരികളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വയസ്സ് മുതൽ ഉള്ളവർക്ക് ഇന്ന് 20 വയസ്സായി, അല്ലെങ്കിൽ 15 വയസ്സുള്ളവർക്ക് 25 വയസ്സായെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടാതെ വന്ന ഒരു ലഹരി അവർ മറ്റൊരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് തീർച്ചയായിട്ടും അത് ഗ്രാസ് റൂട്ട് അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് ഞാനത് എടുക്കുന്നു ശ്രീ സന്ദീപ് സേനൻ. പക്ഷേ കള്ളില്ലാതായാൽ കഞ്ചാവ് എന്ന നിലയ്ക്ക് ആളുകൾ ചിന്തിക്കുമ്പോൾ ആ കഞ്ചാവ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സർക്കാർ സംവിധാനത്തിന് കീഴിൽ വിറ്റഴിക്കുന്ന ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്. സർക്കാർ നിരോധിച്ചിട്ടുള്ള നിയമപരമായി അവിടെയാണ് പ്രശ്നം. ആ വിജിലൻസ് കൂടി സർക്കാരിന് ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ്. ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോ നേരത്തെ ഇതുപോലെ നമ്മൾ എത്ര ദിവസങ്ങളല്ലേ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു നിരന്തരം. അന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞൊരു കാര്യം, ലഹരി ഉണ്ടായിട്ടല്ലേ, ഇത്രമേൽ അവൈലബിൾ ആയതുകൊണ്ടല്ലേ വിദ്യാർത്ഥികളടക്കം അതിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഒന്ന് തിരിച്ചും കാണാവുന്നതാണ്. ആവശ്യമുള്ള ആളുകളിലേക്കാണ് ലഹരി എത്തുന്നത് എന്ന നിലയ്ക്കും കാണേണ്ടതുണ്ട് എന്നുള്ളത്. ലഹരി ആവശ്യമുള്ള ആളുകളിലേക്കാണെങ്കിലും, ലഹരി ഉള്ളിടത്തേക്ക് ആവശ്യമുള്ളവർ പോകുന്നതാണെങ്കിലും, ഈ അവൈലബിലിറ്റിക്ക് ആരാണ് പരിഹാരം കാണേണ്ടത്? ഇതിൽ ഞാനൊരു കാര്യം പറയാം. പ്രത്യേകിച്ചും സർക്കാരിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പിന്നെ മറ്റ് ചില പാനലിസ്റ്റുകളുമൊക്കെ വളരെ ഡയറക്റ്റായിട്ടുള്ള ആരോപണങ്ങൾ തന്നെ തൊടുത്തു വിട്ടിരിക്കുകയാണ്. ഞാൻ ചർച്ചയുടെ തുടക്കത്തിലും ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കണ്ടിട്ടല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ വസ്തുതകൾ കാണാതെ ഒരു മകൻ അമ്മയെ പിന്നെ കൊല്ലുന്നു, അല്ലെങ്കിൽ പിന്നെ മകൻ അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെ കൊല്ലുന്നു, ഇതിനെല്ലാം സർക്കാരാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്ന് ഒരു ചർച്ചയിൽ ഒരു സന്ദേശം ഉയർത്തുന്നത് എത്ര ശരിയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സർക്കാർ ഇടപെടുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മയക്കുമരുന്ന് ഇടപാടുകളടക്കം ശക്തമായി മോണിറ്റർ ചെയ്യുന്നതിനും ഒരു ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ 2024
നമ്മുടെ സംസ്ഥാനത്ത് 27,578 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. രേഖകൾ പ്രകാരമാണ് 29,889 പ്രതികളാണ് അറസ്റ്റ് ചെയ്തത്. 45 കോടി വില വരുന്ന മയക്കുമരുന്നുകളാണ് കേരളത്തിൽ പിടിക്കപ്പെട്ടത്. ഇനി 2025 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ എടുത്താലും 12,760 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. 13,449 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. 12 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ പിടിക്കുന്നു. അതോടൊപ്പം സ്ഥിരം മയക്കുമരുന്ന് ക്രൈം കേസുകളിൽ ഇടപെടുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ 97 പേർക്കെതിരായിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ രജിസ്റ്റർ ചെയ്യുക മാത്രമാണോ അതോ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നും നമുക്ക് അന്വേഷിക്കാം. കണക്കുകൾ പ്രകാരം ഇപ്പോൾ നാഷണൽ ലെവലിലെ കൺവിക്ഷൻ റേറ്റ് കേരളത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ കേരളത്തിൻ്റെത് 98.19% കൺവിക്ഷൻ റേറ്റ്, അഥവാ കുറ്റവാളിക്ക് ശിക്ഷ ഉറപ്പുവരുത്തിയത്. ഇതിലെ ദേശീയ ശരാശരി 78.1%. ഇപ്പോൾ വീണ കോൺഗ്രസിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രതിനിധി കേരളത്തിൽ ഒരു ഇടപെടലും നടക്കുന്നില്ല, എല്ലാം സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺവിക്ഷൻ റേറ്റ് മാത്രം പരിശോധിക്കുക. ഞാനൊരു ഇത്തരം ഒരു ചർച്ചയിൽ വന്ന് ഗവൺമെന്റിന്റെ ഒരു അവകാശവാദം ഉന്നയിക്കുമെന്നും അല്ല. പക്ഷെ കൺവിക്ഷൻ റേറ്റ് പരിശോധിച്ചാൽ തെലുങ്കാനയിൽ 25.6 ആന്ധ്രാപ്രദേശിൽ 25.4 ആണ് കൺവിക്ഷൻ റേറ്റ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ച കണക്കുകൾ പ്രകാരമാണ്. കേരളത്തിൽ 2024 NDPS കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 4,474 പേരെയാണ്. ഈ കണക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ നിരവധി മാധ്യമങ്ങളിലേക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഈ വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഫോർട്ട് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെയാണ് അത് പറയാൻ കാരണം. പക്ഷെ നോക്കൂ, അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2024 ഒരൊറ്റ നിമിഷം ഇതും കൂടെ കൂട്ടി പറഞ്ഞോളൂ 2024 27,000 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിൽ 25-ൽ 3 മാസം കൊണ്ട് ഏറെക്കുറെ അതിന്റെ പകുതി കേസുകൾ. നോക്കൂ, നഷ്ടക്കച്ചവടത്തിന് നിൽക്കുന്ന ഒരു മാഫിയ അല്ല ലഹരി മാഫിയ എന്ന് പറയുന്നത്. 45,000 അല്ലെങ്കിൽ 12 കോടിയുടെ ലഹരി മരുന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കച്ചവടം പൂട്ടിപ്പോവുകയല്ല ചെയ്യുന്നത്. ഇവിടെ അതിനേക്കാൾ 1000 ഇരട്ടി മൂല്യമുള്ള ലഹരി മരുന്ന് വിൽക്കാൻ കഴിയുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ഇത് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന തോതിന്റെ കണക്കാണ് അങ്ങ് പറഞ്ഞത്. 45 കോടിയുടേതാണ് 2024 പിടിച്ചതെങ്കിൽ 12 കോടിയുടേതാണ് ഈ 3 മാസം കൊണ്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോ വിറ്റഴിക്കുന്നത് എത്രയായിരിക്കും? ഇല്ലാതെ ഇല്ലല്ലോ. ആ ആത്മവിശ്വാസം ഉണ്ടോ? ഞാൻ പറഞ്ഞത് അല്ല മാധു, നിങ്ങളുടെ ആശങ്കകളും അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും സമൂഹത്തിൻ്റെതായി ഉയർന്നു വരുന്ന ആശങ്കകൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ ഞാൻ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ പ്രശ്നം കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു ചിലരും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നിസ്സംഗത പുലർത്തുന്നു എന്ന് പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. 2016 ദേശീയ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ടത് 2016 നിന്ന് 2025 16,000 കോടിയിൽ നിന്ന് 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇടപാടുകൾ രാജ്യത്ത് പിടിക്കപ്പെടുമ്പോൾ കേരളത്തിൽ അതിൻ്റെ കണക്ക് 100 കോടിക്ക് താഴെയാണ്. എന്ന് പറഞ്ഞാൽ ആ 100 കോടിക്ക് താഴെയുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ പരിശോധിക്കാം. പിന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഇവിടെ താഴെത്തട്ടിൽ ഇത് പിടിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഗവൺമെന്റ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, മറ്റ് സ്ഥാപനങ്ങളാകട്ടെ, ഇവിടെയെല്ലാം ശക്തമായ മോണിറ്ററിംഗ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ സിനിമാ മേഖലയിൽ വേറൊരു ചോദ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധുവിൻ്റെതടക്കം ചില സ്റ്റേറ്റ്മെന്റുകൾ, ശക്തമായ വിയോജിപ്പുകൾ എനിക്ക് രേഖപ്പെടുത്തേണ്ട സ്റ്റേറ്റ്മെന്റുകളുണ്ട്. പക്ഷേ ഇനി സമയം 4 മിനിറ്റേ ഉള്ളൂ. ഇവിടെ വീണ പറഞ്ഞതും മറ്റു ചില ആളുകൾ പറഞ്ഞതും ഈ ഹേമ കമ്മിറ്റിക്കുമേൽ ഒരു നടപടിയും ഗവൺമെന്റ് എടുത്തില്ല എന്ന് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തി. നമ്മുടെ മീഡിയക്കും ചാനലുകൾക്കും താല്പര്യം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പോർഷനുകളാണ്.
എന്താ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനം? ഇത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. സാംസ്കാരിക മന്ത്രിയോട് നേരിട്ട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ് പറഞ്ഞത്. 6 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ തിയേറ്ററുകളും അടിസ്ഥാന സൗകര്യവും വികസനവും നടത്തി എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അവർക്ക് താല്പര്യമുള്ള പോർഷനുകൾ അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യം നേരിട്ട് ചോദിച്ചൊരു ചോദ്യത്തിന് നേരിട്ട് കിട്ടിയ ഒരു മറുപടിയുമായി ബന്ധപ്പെട്ടാണ് അങ്ങേക്കത് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. ശ്രീമതി വീണ നായർ, ഇപ്പൊ നോക്കൂ, മറ്റാരെങ്കിലും റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു സംവിധാനത്തിൽ സർക്കാർ അധികമായി എടുക്കുന്ന എഫോർട്ട് എന്നുള്ള രീതിക്ക് കാണേണ്ട ഒന്നാണോ ഇത്? ഇതിന്റെ ഒരു ഒഴുക്ക് തടയേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വവും ഇതിൽ അപ്പോഴും തുടരുന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഏറ്റവും ആത്യന്തികമായ ഉത്തരവാദിത്വവും സർക്കാരിൽ നിക്ഷിപ്തമാണ്. തീർച്ചയായും മാധു, എന്താണെന്നറിയോ, നമ്മൾ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, ഇത് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അതൊരു ക്രൈമാണ്, അതൊരു ഒഫൻസാണ്. ആൻഡ് എന്താണ് ക്രൈം എന്ന് പറയുന്നത്? അത് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് സ്റ്റേറ്റിന് എഗൻസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് കൃത്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഞാനിങ്ങനെ കണക്ക് പരിശോധിക്കായിരുന്നു. NDPS ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ള ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം 2016 5924 നിന്ന് 2024 എത്തുമ്പോൾ 27,530. ഇത് കാണിക്കുന്ന ട്രെൻഡ് എന്താണ്? ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ യൂസേജ് കൂടി കയറി വരികയാണ്, അല്ലേ? കൂടിക്കേറി വരികയാണ്. ഇത് താഴേക്കല്ല ആ ട്രെൻഡ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഡ്രഗ്സ് നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആവുന്നത്, മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്? സ്കൂൾ കുട്ടികളുടെ സംവിധാനത്തോടും എല്ലാം ചോദിക്കുന്നത് അതിന് പരിഹാരം കാണാനുള്ള എഫേർട്ട് സ്വാഭാവികമായും എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല. അത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എവിടെയും കടന്ന് പരിശോധിക്കാൻ നടത്താനുള്ള ആർജവും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നതും നമുക്ക് ചോദിക്കാൻ കഴിയുന്നതും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നതുമായ സംവിധാനം എന്ന് പറയുന്നത് നിയമമാണ് എന്നുള്ളത് കൊണ്ട്, സർക്കാരാണ്, സംവിധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ചോദ്യങ്ങൾ സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുയരുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി കാണേണ്ടതും അതിൽ ഇടപെടൽ നടത്തേണ്ട ഉത്തരവാദിത്വവും സർക്കാരിന് തന്നെയാണ്, പ്രാഥമികമായും അവസാനമായും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും.